രാവിലെ മുതലാണ് തുമ്പ തീരത്ത് കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ കാണാൻ തുടങ്ങിയത്. കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു ഈ ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നത്. വലിയ തോതിലുള്ള ഒരു ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അപകടം നിറഞ്ഞ വസ്തുക്കളാണോ ഈ ഒഴുകി നടക്കുന്നത് എന്നുള്ളത്. പിന്നീട് ഇത് കരക്കടിഞ്ഞപ്പോഴാണ് പ്ലാസ്റ്റിക് ഗ്രാനുകളുകൾ ആണ് ഇതെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാനുകളുകളാണ്. ഒപ്പം തന്നെ കശുവണ്ടി നിറച്ച ചാക്കുകൾ അതും പൊട്ടി ഈ തീരത്തേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഈ പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. തകർന്ന കണ്ടെയ്നറിൻ്റെ ഭാഗം ഇങ്ങനെ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. അത് ഈ തീരത്തേക്ക് വന്ന് അടിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ തെക്കോട്ടുള്ള ഭാഗത്തായിരിക്കും ഒരുപക്ഷെ ഇത് അടിയുക. നമ്മൾ ഉൾക്കടലിൽ ഇങ്ങനെ ഇത് ഒഴുകി നടക്കുന്നത് കാണുന്നു എങ്കിൽ പോലും കുറേയും കൂടി തെക്ക് ഭാഗത്തേക്ക് ഇത് അടിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണ് മുൻപ് ഈ തുമ്പ ഭാഗത്തും അഞ്ചുതെങ്ങ് ഭാഗത്തുമെല്ലാം കണ്ട സാധനങ്ങളാണ് ഇങ്ങോട്ടേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്നത്. നമ്മൾ രാവിലെ കണ്ടപ്പോൾ കുറച്ച് ചാക്കിൻ്റെ ഇത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെയാണ് ഈ കാണുന്ന ഇരുമ്പും അതുപോലെ തടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ പറയുന്നുണ്ട്, ചേട്ടാ ആരും കടലോട്ട് ഇറങ്ങരുത്, ഇവർ വന്നോടനെ കണ്ടവരെല്ലാവരും ഇത് പിടിച്ച് കരയിലോട്ട് ഇടാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട്, ചേട്ടാ ചെയ്യരുത്, എന്താണ് ഇതിനുള്ളിലുള്ള നമുക്കറിയില്ല. പിന്നെ ചാക്കായിരുന്നു, ഏകദേശം 90% കടൽ മൊത്തം ചാക്കായിരുന്നു രാവിലെ. ഇപ്പോഴാണ് ഇപ്പം ഇരുമ്പും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്നത്. ഏതായാലും ആളുകൾക്ക് ഇത് എടുത്തുകൊണ്ട് പോയിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഉപയോഗവുമില്ല. പക്ഷേ എന്തായാലും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആളുകൾ ഇതെല്ലാം വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം വലിയ തോതിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപകടകരമായ വസ്തുക്കളാകാം, അല്ലെങ്കിൽ അടുത്തേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയെങ്കിൽ പോലും ആളുകൾ അതൊന്നും പലപ്പോഴും വകവയ്ക്കാതെ ഇതിനടുത്ത് വന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. സ്പർശിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഈ തീരങ്ങളിൽ കാണാൻ കഴിയും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.